ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നോക്കാം. യൂസസ് ഓഫ് ആസിഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാം. യു ഓൾറെഡി നോ ദ യൂസ് ഓഫ് ഫോർമിക് ആസിഡ്. സം ആസിഡ് ആൻഡ് ദെയർ യൂസസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ബിലോ. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ കുറച്ച് ആസിഡുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസസ് തന്നിട്ട് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അസിറ്റിക് ആസിഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പിക്കിൾ മേക്കിംഗ്, കുക്കിംഗ്, ഫുഡ് പ്രോസസ്സിങ്ങിനും അല്ലേ. ഫോർമിക് ആസിഡ് എന്താണ്? റബ്ബർ പാല് കട്ടി കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ്. സൾഫ്യൂരിക് ആസിഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസ്, ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നൈട്രിക് ആസിഡ് ടു മേക്ക് എ കെമിക്കൽ ഫെർട്ടിലൈസറായിട്ടും പെയിൻറ്റിനും ഡൈക്ക് വേണ്ടി ഉപയോഗിക്കും അല്ലേ. ഇനി അടുത്തത് ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക് അല്ലേ. കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ, ആൻഡ് സോഡ മേക്കിംഗ്. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് ബേസ്. ബേസിൻ്റെ ഏതൊക്കെ ബേസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഗ്ലാസ് മാനുഫാക്ചറിങ്, ടു റിഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിൽ അല്ലേ. എന്താണ്? ഗ്ലാസ് നിർമ്മാണത്തിന് മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ. ഇനി അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ അല്ലേ. അതാണ് സോപ്പും പേപ്പറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ് അല്ലേ. അലൂമിനിയം ഹൈഡ്രോക്സൈഡോ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മെഡിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഇനി അടുത്തത് വിച്ച് ആർ ദ ബേസ് യൂസ്ഡ് ടു മെഡിസിൻ. എന്തിനാ? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ. ഇനി ലെറ്റസ് മേക്ക് എ സോപ്പ്. ഇങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് അവിടെ തന്നിട്ടുണ്ട്. കാസ്റ്റിക് സോഡ 180 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, വാട്ടർ 350 milliliter, സോഡിയം സൾഫേറ്റ് 100 ഗ്രാം, then സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളർ ആൻഡ് പെർഫ്യൂം. ഓക്കെ. ഇനി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. എന്താ? ടേക്ക് എ വാട്ടർ ഇൻ എ സ്റ്റീൽ ബൗൾ ആൻഡ് ഡിസോൾവ് എ കാസ്റ്റിക് സോഡ. നടക്കും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് വെൻ കാസ്റ്റിക് സോഡ ഈസ് ഡിസോൾവ്. എന്താണ്? കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്താ? വലിയ അളവിൽ താപം പുറത്ത് വിടുന്ന പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആഫ്റ്റർ ദ സൊല്യൂഷൻ കൂൾ ഡൗൺ. എന്താണ്? അത് തണുത്ത ശേഷം പിന്നെ സ്ലോലി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ വൈൽ ദ പ്യൂറിങ്. അപ്പം അതിനുശേഷം നമ്മൾ സോഡിയം സിലിക്കേറ്റ് പൗഡറും അതിൻ്റെ ഹാർഡ്നെസ്സൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പിന്നെ കളറും പെർഫ്യൂമും ചേർക്കുക ടു മേക്ക് ഫ്രാഗ്രൻറ്റ്. പിന്നെ ദ മിക്സ്ചർ കണ്ടിന്യൂസ്ലി സ്റ്റിൽ ഗെറ്റിംഗ് എ തിക്നെസ് അല്ലേ. അത് എന്താണ്? കളറും സുഗന്ധത്തിനായ പെർഫ്യൂമൊക്കെ ചേർത്തിട്ട് മിശ്രിതം നിങ്ങൾക്ക് കുറുകുന്നത് വരെ ഇളക്കുക. എന്നിട്ട് മിശ്രിതം കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മോൾഡിലേക്ക് ഒഴിക്കുക. പിന്നെ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിപ്പയർ എ സോപ്പ് പാർട്ട് ഓഫ് സയൻസ് ഡയറി ആക്ടിവിറ്റീസ് ഇൻ യുവർ സ്കൂൾ. ടേക്ക് കെയർ നോട്ട് ടച്ച് ദ കാസ്റ്റിക് സോഡ. എന്താണ്? നമ്മൾ സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സോപ്പ് നിർമ്മിക്കുക. എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കാസ്റ്റിക് സോഡയും സോപ്പ് മിശ്രിതവും കൈകളിൽ പറ്റാതെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് സോപ്പ് പ്രിപ്പറേഷൻ ചോദിക്കും. അത് നമ്മൾ എഴുതുക കേട്ടോ. അത് മെത്തേഡ്സ് ഓഫ് സോപ്പ് പ്രിപ്പറേഷൻ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെറ്റീരിയൽ റിക്വയർഡ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഓക്കെ എഴുതാം, ഇതുവരെ എഴുതാം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ഇനി നമുക്ക് ടെർമറിക് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ടെർമറിക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണോ? എന്താണ്? വി ഹാവ് ഐഡൻറ്റിഫൈ ദ ആസിഡ് ബൈ യൂസിങ് പേപ്പർ റബ്ബ്ഡ് വിത്ത് ഹിബിസ്കസ് അല്ലേ. നമ്മളെന്താ ആസിഡുകൾ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂവിൽ നമ്മൾ കടലാസ് ഉപയോഗിച്ച് വരച്ചു അല്ലേ. അതുപോലെ തന്നെ വിച്ച് വാസ് ദ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. സിമിലർലി ഷാൾ വി ഫൈൻഡ് ദ ഇൻഡിക്കേറ്റർ ഫോർ ഐഡൻറ്റിഫൈയിങ് ബേസിസ്. എന്താണ്? ആൻഡ് ലെതേഴ്സ് ഐദർ സോപ്പ് സൊല്യൂഷൻ ആൻഡ് ബേക്കിംഗ് പൗഡർ സൊല്യൂഷൻ ടു മേക്ക് എ സബ്സ്റ്റാൻസസ്. എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്ന ഒരു സൂചകം ഇൻഡിക്കേറ്റർ കണ്ടെത്തിയാലോ എന്ന് ചോദിക്കുന്നത്. എന്താണ്?
സ്കൂളിൽ നിന്ന് സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ച് നോക്കുക. ഒക്കെ എന്താ മഞ്ഞൾ ഉരച്ച കടലാസ്, മഞ്ഞൾ കലക്കിയ വെള്ളം, അതിലേതാ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഇട്ട് നോക്കാം. ഒബ്സർവ് ദ കളർ ചേഞ്ചസ്. എന്ത് കളർ ചേഞ്ചസ് ആണ് അപ്പം ഉണ്ടാവുന്നത് നോക്കാം. അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. ഓരോന്നും നമ്മൾ പാർട്ട് ഓഫ് പ്ലാന്റ്, ഒരു പാർട്ടിൽ നാച്ചുറൽ കളർ ഇൻ ആസിഡ്, കളർ ഇൻ ബേസ്. ഓക്കെ, ടെർമറിക്കിൽ എന്ത് കളറാണ് ഉണ്ടാവുക? നാച്ചുറൽ കളർ ഇൻഗ്രീഡിയൻസ്. അതാകുമ്പോൾ ബീട്രൂട്ട്, പതിന്മുഖം, ശംഖുപുഷ്പം, റെഡ് ക്യാബേജ്, ഗ്രേപ്പ് ജ്യൂസ്. അതവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റസസ് ആണ്. എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്. എന്താണ്? ആസിഡിന് സൂചകമായി ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ആദ്യം തന്നെ എന്താണ്? പതിമുഖം അല്ലേ? ഓക്കെ, ഇനി വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഓട്ടോമൊബൈൽ ബാറ്ററീസ്. ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ നമ്മൾ എന്ത് ആസിഡാണ് ഉപയോഗിക്കുക? സൾഫ്യൂരിക് ആസിഡ് അല്ലേ? ഇനി എമംഗ് ദ ലിക്വിഡ് ഇൻ ദ 3 breakers of place of table, the first one is water, the second is the acid, and the third is base. Is it right to identify them the touching, tasting or smelling? Why suggest a methods to identify each them? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്താണ് മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ എന്ത് വെച്ചിരിക്കുക? ആദ്യത്തേതിൽ ജലം വയ്ക്കുക, രണ്ടാമത്തേൽ എന്താ ബേസും, മൂന്നാമത്തേൽ എന്താ ആസിഡും വയ്ക്കുക. ഇവ തൊട്ട് നോക്കിയാലോ രുചിച്ച് നോക്കിയാലോ മണത്തു നോക്കിയാലോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗ്ഗം നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോയി കണ്ട് മണത്തു നോക്കാനോ തൊട്ട് നോക്കാനോ ഒന്നും പാടില്ല. അതിൽ ആസിഡിനാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എന്താ? നോ, ഇറ്റ്സ് ഡേഞ്ചറസ് ടു ടേസ്റ്റ് ഓർ ടച്ച് കെമിക്കൽസ് അല്ലേ? Okay, we can identify an acid and base by using litmus paper. Acid turn blue litmus paper red and does not change the color of the red litmus paper. Base turn red litmus blue, but blue litmus remain unchanged in color. If both the litmuses do not change their color, the liquid will be water. അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ മലയാളം പറയാൻ ടീച്ചർ. ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഹ അടപ്പുകൾ വയ്ക്കാത്തതിൻ്റെ കാരണം ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. അത് നോക്കി എഴുതുക. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്ന ബേസുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. പട്ടിക രേഖപ്പെടുത്താനാണ്. അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. അത് ചെയ്യാം. അതിൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആറാമത്തത് ആസിഡ്, ബേസ് എന്നിവ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചുവല്ലോ. സൂചകങ്ങളുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പം നമ്മൾ ആസിഡ് ആൻഡ് ബേസസ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നോട്ട് കൂടി ടീച്ചർക്ക് തരാനുണ്ട് ആദ്യത്തെ ഭാഗത്തെ. അത് ടീച്ചർ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.